ആ സംഘർഷം പ്രവർത്തകർ ഇഡിയുടെ വാഹനം അടിച്ചു തകർത്ത സാഹചര്യം കൂടി ആണ് ഉള്ളത്. തീർച്ചയായും ഇഡി ഉദ്യോഗസ്ഥരെയാണ് തടസ്സപ്പെടുത്തിയത്. ഇതിൽ കേസുകൾ വരും. അതോടൊപ്പം തന്നെ ഈ തകർത്ത പ്രവർത്തകർക്ക് ഒരുപക്ഷെ ജാമ്യമില്ലാത്ത വകുപ്പ് അടക്കമുള്ള കേസുകൾ ഇനി അഭിമുഖീകരിക്കേണ്ടതായി വരുമെന്നതിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഇത്രയധികം ക്യാമറ കണ്ണുകൾ കൂടിയുള്ള പശ്ചാത്തലത്തിൽ ആരൊക്കെയാണ് ഇത് ആക്രമണം നടത്തിയത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പുറത്തു വരികയും ചെയ്യും. അതേസമയം പോലീസ് എന്തുകൊണ്ട് കൃത്യമായി സുരക്ഷ ഒരുക്കിയില്ല എന്ന ചോദ്യം തീർച്ചയായും BJP കേന്ദ്രങ്ങളിൽ നിന്ന് അടക്കം ഉയരുകയും ചെയ്യും എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോഴിതാ വലിയ പ്രതിഷേധം ആണ് CPIMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും അങ്ങനെ വാഹനം ഉൾപ്പെടെ തകർക്കുകയും ചെയ്ത സാഹചര്യം ആണ് ഉണ്ടായിട്ടുള്ളത്. ഇതാ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. പ്രവർത്തകർ വാഹനം തടഞ്ഞ് പോലീസിന് മുന്നിൽ വെച്ചാണ്. പോലീസിന് ഇവരെ തടയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ചെരുപ്പ് ഷൂ കൊണ്ട് അടിക്കുന്നത് കാണാം, കുപ്പികൾ വലിച്ചെറിയുന്നത് കാണാം. അങ്ങനെ ഇഡിയുടെ പരിശോധനയ്ക്ക് ശേഷം പുറത്തേക്ക് പോയ വാഹനം തടസ്സപ്പെടുത്തുകയും ഇഡി ഉദ്യോഗസ്ഥരെ അടക്കം കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. കുറച്ചു നേരത്തേക്കെങ്കിലും പ്രവർത്തകരുടെ വലിയ അക്രമം ആണ് നമ്മൾ കണ്ടത്. ഇതാ പുറത്തേക്ക് പോകുന്ന വാഹനത്തിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ കാണാൻ സാധിക്കുന്നു എന്നതാണ്. ഇതാ ഈ പ്രവർത്തകർ ഇപ്പോൾ വാഹനം തടഞ്ഞ് വാഹനം കയ്യേറ്റം ചെയ്ത് വാഹനം തടഞ്ഞു നിർത്തി വാഹനത്തിന്റെ ചില്ലുകൾ അടിച്ചു തകർക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ പോലീസിന് ഇവരെ തടയാൻ പറ്റാതെ പോയി എന്നതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ക്രമസമാധാന പ്രശ്നം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് CPIM പ്രവർത്തകർ പോകുമ്പോഴും അതിനെ തടയാൻ കേരളത്തിൽ പോലീസ് സംവിധാനത്തിനും സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. മണിക്കൂറുകളോളം ഇഡിയുടെ പരിശോധന അകത്ത് നടന്നപ്പോൾ അവിടെ കേന്ദ്രസേനയടക്കം വിന്യസിച്ചുകൊണ്ട് തന്നെയായിരുന്നു. ഒരാൾക്ക് പോലും അകത്തേക്ക് കടക്കാൻ സാധിച്ചിരുന്നില്ല എന്നതുകൂടിയാണ്. ഇപ്പോൾ വാഹനം പരിശോധന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴായിരുന്നു ഇത്തരത്തിൽ വലിയ അക്രമ സംഭവത്തിലേക്ക് സാഹചര്യം എത്തുകയും ചെയ്തത്. രാഷ്ട്രീയമായി വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് കളം ഒരുങ്ങുക തന്നെയാണ്. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഒരു അതിക്രമം ഉദ്യോഗസ്ഥർക്ക് നേരെ നടക്കുന്ന പശ്ചാത്തലത്തിൽ കൂടി രാഷ്ട്രീയമായി ഏറ്റുമുട്ടലുകളിലേക്ക് പോകുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. നേരത്തെ പിണറായി വിജയന്റെ പ്രതികരണം വന്നിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി 7 മണിക്കാണ് ഈ വാതിൽക്ക് ഈ സമയം വരെ അവരിവിടെ പരിശോധനയിലായിരുന്നു. വന്ന ടീം നിർദ്ദേശമനുസരിച്ച് വരുന്നതാണല്ലോ, അങ്ങനെയല്ലേ നമ്മൾ കാണേണ്ടത്. ഉദ്യോഗസ്ഥരാകുമ്പോൾ മേലെയുള്ളവർ പറയുന്നത്, ഉദ്യോഗസ്ഥരാകുമ്പോൾ അധികൃതർ പറയുന്നത് അനുസരിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അവര് ഇവിടെ കണ്ടത് കാര്യങ്ങൾ നല്ല രീതിയിൽ മര്യാദക്ക് ഇടപെടുന്നതാണ്. മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള അതിർകവിഞ്ഞ ഇടപെടലൊന്നും ഇവിടെ ഉണ്ടായില്ല. ഇത്രയും മണിക്കൂറുകൾ അവർ ഈ വീട്ടിനകത്തുണ്ടായി. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. അതിലെന്താണ് അവർക്ക് കിട്ടിയതില്ല എന്നൊക്കെ അവരാണ് വ്യക്തമാക്കേണ്ടത്. ഏതായാലും ഇതൊന്നും ഒരു നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പെട്ടെന്നുണ്ടായ കാര്യമല്ല. നമ്മുടെ ഇത്തരമൊരു വീട്ടിൽ കയറിയുള്ള പരിശോധന ഇഡി ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. ഈ പരിശോധന ചിലർക്കെല്ലാം വലിയ മനസ്സംതൃപ്തി നൽകുമെന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്ക്. കാരണം എന്തുകൊണ്ട് പിണറായി വിജയന്റെ വീട് റെഡി ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതായിരുന്നു രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം. നമ്മുടെ രാജ്യത്തിലെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെയുള്ള കരുതിക്കൂട്ടിയുള്ള ആക്രമണ നടപടികളാണ് എല്ലാ കാലത്തും BJP ഗവൺമെന്റ് തുറന്നു വരുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം
രാജ്യവ്യാപകമായി തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ തങ്ങളുടെ പാർട്ടിക്കാരല്ലാത്ത പാർട്ടിക്കാർക്ക് നേരെ ഇഡിയുടെ കടന്നുകയറ്റം നടന്നോട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. ഇത് ഒരു തുടക്കം മാത്രമായിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ. ഈ തരത്തിലുള്ള ഏതെങ്കിലും നടപടികൾ കൊണ്ട് ഞങ്ങളെ തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ടതില്ല. ഇവിടെ പ്രകടമായി നമ്മുടെ നാടിൻ്റെ വികാരവും പാർട്ടി സഖാക്കളുടെ വികാരവും എല്ലാ കാലത്തും പാർട്ടിയുടെ അകമഴിഞ്ഞ പിന്തുണയാണ് പാർട്ടി ശത്രുക്കൾ ഒത്തിവലിക്കാനൊരുങ്ങിയ എല്ലാ ഘട്ടത്തിലും ലഭ്യമായിട്ടുള്ളത്. ആ പിന്തുണക്ക് ഒരു കുറവും ഒരു ചാഞ്ചല്യവും ഇല്ല എന്നതാണ് ഇന്ന് സഖാക്കൾ വീണ്ടും വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരിക്കൽ കൂടി എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ഏതിനെയും നമുക്ക് നേരിടാൻ ഇതാണ് നമ്മുടെ കരുത്ത്. ഒന്നിച്ച് നമുക്കിറങ്ങാം എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ പിന്നീട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ പിന്നീട് പറയുന്നതായിരിക്കും നന്നാവുക. ഞാനിപ്പോ ഇവിടെ നിർത്തുക. ഓക്കെ ഓക്കെ. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. ഈ നടപടികൾ കൊണ്ട് ഞങ്ങളെ തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ട എന്നാണ് ഇഡി ഉദ്യോഗസ്ഥർ വീടിന് പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം പിണറായി വിജയൻ വീട്ടുമുറ്റത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തകരെ മുഷ്ടി ചുരുട്ടി അഭിവാദ്യം ചെയ്ത വാചകങ്ങൾ മാധ്യമ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.